ഫിനാലെ ടാസ്കുകളൊക്കെ അടിപൊളിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം അഭിഷേക്, ജിൻഡോ, സായി അവരൊക്കെ നന്നായി പെർഫോം ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ ഞാൻ നന്നായി പെർഫോം ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് കരുതിയ ഒരു 1-2 കണ്ടസ്റ്റൻസ് ഉണ്ട്. പക്ഷെ അവരെല്ലാം ഭയങ്കര അധികം കോൺഫിഡൻസ് ഒക്കെ പോയി പുറകിലോട്ട് പോകുന്നത് കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് അസസ് ചെയ്യണ്ടേ. ആദ്യമായി ഈ ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ് ചെയ്യണം കേട്ടോ. സബ് ചെയ്യേണ്ടാണ് മിക്ക ആളുകളും നമ്മുടെ വീഡിയോ കാണുന്നത്. അതുപോലെ തന്നെ ലൈക്ക്, പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ കമന്റ്സേ ഉണ്ടായിരുന്നില്ല. ഞാൻ നുണ പറയുന്നതാണ്, നിങ്ങൾ ഒന്ന് പോയി നോക്ക്. അപ്പൊ നിങ്ങളുടെ കമന്റ്സുകൾ അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമുക്ക് തിരിച്ച് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അഭിഷേക് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇപ്പോൾ 10 പോയിന്റ്സ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഓരോ ഗെയിമുകളും വളരെ ഫോക്കസ്ഡ് ആയി, ഒരു വെപ്രാളില്ല, തിടുക്കില്ല, മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു അങ്ങനെയൊന്നുമില്ല. അഭിഷേക് ഓരോ ഗെയിമുകളെയും വളരെ എന്താ പറയാ, വളരെ സാവധാനത്തിൽ അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടിയാണ് നേരിടുന്നത്. എല്ലാ കാലത്തിലും നമുക്ക് അഭിഷേകിൽ അത് കാണാം. കാരണം വന്നപ്പോൾ തുടങ്ങി നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ അഭിഷേക് അധികം ഒച്ചയും ബഹളമൊന്നുമില്ല. എന്തെങ്കിലും അത്രയ്ക്കും രൂക്ഷമായി സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ അഭിഷേക് അതിനകത്ത് പ്രതികരിക്കുകയുള്ളൂ. ഈ പിച്ചിനുള്ളിൽ കാര്യങ്ങളിലൊന്നും അഭിഷേക് പോയി പ്രതികരിക്കാനോ ഒരു ഇടപെടൽ നടത്താനോ ഒന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ അഭിഷേകിന്റെ ഗ്രാഫ് നന്നായി മുകളിലോട്ട് പോകുന്നുണ്ട്. അത്യാവശ്യം കമന്റ് ബോക്സുകളിലൊന്നും അഭിഷേക് എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് അധികം കേട്ടിട്ടുണ്ടായിരുന്നില്ല ടിൽ ടിക്കറ്റ് ഫിനാലെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വരെ. പക്ഷേ ടിക്കറ്റ് ഫിനാലെ വന്നതിന് ശേഷം എപ്പോഴും അഭിഷേക് അതിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് ജിൻഡോ ബ്രോയുടെ കാര്യത്തിലേക്ക് വരാം. ജിൻഡോ ബ്രോ എന്ന് പറയുമ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഏകദേശം നമ്മുടെ അഭിഷേകിന്റെ പോലെ തന്നെയാണ്. ഒരുപാട് ഗെയിമിനെ കുറിച്ച്, ഒരു ഗെയിം കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഭയങ്കര ഡിസ്കഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രാറ്റജീസ്, പ്ലാൻസ്, ഇങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ചില കണ്ടസ്റ്റൻസ് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ചെറിയ ഗെയിം കിട്ടിയാൽ പോലും ഭയങ്കര വലിയ പ്ലാനിങ്ങാ. പക്ഷെ ഗെയിം കഴിയുമ്പോൾ ഈ ഒരു പ്ലാനും വർക്ക് ചെയ്യാറില്ല. പക്ഷെ ജിൻഡോ ബ്രോയ് ആണെങ്കിലും തന്റെ സമയമെടുത്ത് ഇന്നത്തെ ടാസ്ക് തന്നെ നോക്ക്. ഇപ്പൊ അർജുനൊക്കെ ആണെങ്കിൽ ഇന്ന് ടാസ്ക് കിട്ടിയപ്പോൾ ആരെങ്കിലും ഫസ്റ്റ് ചെയ്യണം, നമ്മൾ അത് തന്നെ അവർ അപ്രിഷിയേറ്റ് ചെയ്യണം. കാരണം അവര് ഓടി വന്ന് ടാസ്ക് ചെയ്യുന്നു. എനിക്കറിയത്തില്ല അവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്ന്. കാരണം നമുക്കറിയാം 1-2 പേര് ആ ഗെയിം പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് കുറെ ടിപ്സ് കിട്ടും. പക്ഷെ അർജുൻ 1-2 ഗെയിംസ് ആയിട്ട് ആദ്യം പോകുന്നു. അങ്ങനെ അർജുന് നല്ല പണി കിട്ടുന്നു. വെപ്രാളം കൂടുതലാണ്, തിടുക്കം കൂടുതലാണ്. ഇന്നത്തെ ഗെയിം കഴിഞ്ഞപ്പോൾ അർജുൻ പറയുവാണ് എനിക്ക് ആ ഗെയിം ശരിക്കും മനസ്സിലായില്ലെന്ന്. അപ്പോൾ ഒരു ഗെയിം മനസ്സിലാക്കാതെ ഓടിച്ചാടിപ്പോയി, അതായത് തിടുക്കത്തിലെടുക്കുന്ന ഡിസിഷൻസ് ഒരിക്കലും ശരിയാവില്ല. അതുകൊണ്ട് തന്നെ അർജുന് കുറേ ഫോൾട്ടുകൾ പറ്റി. അർജുന് ഒരു പോയിന്റും കിട്ടിയില്ല, ജയിക്കാനും കഴിഞ്ഞില്ല. അപ്പൊ ഫസ്റ്റ് പോകണേൽ അങ്ങനെ ഒരു റിസ്ക് ഉണ്ട്. അപ്പൊ ജിൻഡോ ബ്രോയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊക്കെ ഒരു ടെൻഷൻ ആയിരുന്നു കേട്ടോ. കാരണം ജിൻഡോ ബ്രോയ്ക്ക് ഇതുവരെ ടിക്കറ്റ് ഫിനാലയിൽ ഒരു പോയിന്റ് കിട്ടിയിട്ടൊന്നുമില്ല. അപ്പൊ നമുക്കൊരു ആഗ്രഹമുണ്ട് ജിൻഡോ ബ്രോയ്ക്ക് പോയിന്റ് കിട്ടണം, ജിൻഡോ ബ്രോ ജയിക്കണം, ദൈവം അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഇരിക്കും കേട്ടോ. അപ്പൊ ജിൻഡോ ബ്രോ ചെയ്തു തുടങ്ങിയപ്പോൾ ഞാൻ ദൈവമേ ഫോക്കസ് ചെയ്ത് ചെയ്യണേ, ജിൻഡോ ബ്രോയ്ക്ക് ഈ ഗ്ലാസസ് ഒന്നും ഇല്ലാത്ത കാരണം ഇനി എന്തെങ്കിലും പ്രോബ്ലം വരും, അങ്ങനെയൊക്കെ ഒരു ചെറിയ ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പെർഫോം ചെയ്തതിനേക്കാളും ദൈവമേ വിശ്വസിക്കാൻ പറ്റാത്ത പോലെ, എസ്പെഷ്യലി ആ 5ാമത്തെ ഇതും കൂടി കൊണ്ടുവച്ചില്ലേ, അത് ഭയങ്കര നന്നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ജിൻഡോ ബ്രോയുടെ ഒരു കഴിവ് വളരെ ഫോക്കസ് ചെയ്ത് സ്ലോലി കൊണ്ടുവന്ന് ഇവൻ 4 കഴിഞ്ഞപ്പോൾ എല്ലാ ആളുകളും അവിടെ നിന്നു. ആ ഒരു കട്ട വെക്കേണ്ട കാര്യത്തിൽ എല്ലാവർക്കും ഒരു ടെൻഷൻ, വീണ്ടും ബാക്കിലേക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ആ 4 വീഴോ. പക്ഷെ ജിൻഡോ ബ്രോ ആ റിസ്ക് എടുക്കാൻ തയ്യാറായി. സോ ലൈഫിൽ റിസ്ക് എടുക്കാൻ തയ്യാറാവുന്ന ആളുകൾ, അതായത് എന്ത് ചെയ്താലും എനിക്ക് ഫസ്റ്റ് അവിടെ എത്തണം, അല്ലെങ്കിൽ എൻ്റെ മാക്സിമം എനിക്ക് കൊടുക്കണം, അതിനെ നമ്മൾ പറയാ റിസ്ക് എടുക്കണം എന്ന്. അല്ലാതെ റിസ്ക് എടുക്കാതെ ഞാൻ ഈ 4 ചെയ്യുന്നുള്ളൂ, ഞാൻ ഇവിടെ സേഫ് സോണിൽ നിൽക്കാം, ഒരിക്കലും നിന്നില്ല. ആ റിസ്ക് ലൈഫിൽ എടുക്കാൻ തയ്യാറായപ്പോൾ ജിൻഡോ ബ്രോ അടിച്ച് പൊളിച്ച് ഫസ്റ്റ് അടിച്ചു എന്ന് തന്നെ പറയാം അല്ലേ. അത് ശരിക്കും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ സായും ഗെയിമുകളൊക്കെ, സായിക്കാണെങ്കിലും ആർക്ക് കിട്ടിയാലും കുഴപ്പമില്ല, ആരെങ്കിലും ഫസ്റ്റ് അടിക്കുക അങ്ങനെയാണ്. പക്ഷെ സായി ഗെയിമുകൾ മാക്സിമം ഇൻപുട്ട് ഇട്ട് കൊടുക്കുന്ന തന്നെയുണ്ട്. പിന്നെ സായി ചില സമയങ്ങളിലൊക്കെ നന്മമരം കളിക്കേണ്ട ഗെയിമിൻ്റെ ഇടയ്ക്ക് അതൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇന്നലത്തെ ഗെയിമിലാണെങ്കിലും അഭിഷേകിനെ ആ റാബിറ്റിനെ കൊടുക്കുന്നതും അതൊന്നും അത്രയും എന്താ പറയുക, നമ്മൾ ഗെയിമിനെ ഗെയിം സ്പിരിറ്റ് തന്നെ എടുക്കണം അല്ലേ. അതിപ്പോൾ ഒരു എന്തിൻ്റെ പേരിലാണെങ്കിൽ പോലും സായി അത് കൊടുത്തു. അതെന്താണെന്ന് അറിയത്തില്ല കേട്ടോ. സായി മറ്റുള്ളവരുടെ മുമ്പിൽ നന്മമരം കളിക്കുന്നതാണൊന്നും നമുക്കറിയില്ല. ഇനി മനുഷ്യനായി മാറിയ സായിൽ വന്നാൽ അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല കേട്ടോ. അപ്പോൾ പക്ഷേ എനിക്കിനി പറയാനുള്ളത് വേറെ ചില കണ്ടസ്റ്റൻസിൻ്റെ കാര്യങ്ങളാണ്. നമ്മുടെ ജാസ്മിൻ, നമ്മുടെ അർജുൻ, ശ്രീതു, നോറ, ഈ ടീമുകളെയൊക്കെ നമ്മൾ നോക്കാം. നമ്മുടെ സിജോ, അങ്ങനെ അവരെയൊക്കെ നോക്കാം. ഋഷി അത്രയ്ക്കും ഇല്ല കേട്ടോ. ഇവരെയൊക്കെ നോക്കുമ്പോൾ
ഭയങ്കര വെപ്രാവും. നന്ദന ദൈവമേ, ഞാൻ മറന്നു പോകരുത്, ഓരോ ഗെയിം കഴിയുമ്പോഴും നന്ദന ഭയങ്കരമായിട്ട് അഗ്രസീവ് ആവുന്നുണ്ട്. നന്ദനയും ജാസ്മിനുമാണ് ഏറ്റവും ഡിസ്റ്റർബ്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്ക് പറയാം ശ്രീധുവിനും എന്തെങ്കിലും ഗെയിം വിൻ ചെയ്യാതെ വരുമ്പോൾ നല്ല വിഷമമുണ്ട്, സംസാരിക്കുന്നുണ്ട്. അവരുടെ ഇതനുസരിച്ച് അവരുടെ ഓരോ ഗെയിം കഴിയുമ്പോഴും അവരുടെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ ശരിക്കും താഴേക്ക് പോവാണ്. കാരണം മറ്റ് കണ്ടസ്റ്റൻസിന് പോയിന്റ്സ് കൂടുമ്പോൾ തനിക്കത് കിട്ടിയില്ലല്ലോ, തനിക്ക് അങ്ങനെ പിന്നെ ആലോചിക്കുന്നത് എനിക്ക് ഒരു പോയിന്റ് കിട്ടണമെന്നല്ല, ചില ആളുകൾ പറയുന്നത് എനിക്ക് അടുത്ത ഗെയിമിൽ ഫുൾ പോയിന്റ്സ് എനിക്ക് കിട്ടണം. അപ്പം നമുക്ക് അതിന് പറയാം അത്യാഗ്രഹം എന്ന് പറയാം. ഒരേ പോയിന്റ് കിട്ടിയിട്ടല്ലേ പോയിന്റ്സ് അക്യുമുലേറ്റ് ചെയ്യുള്ളൂ. നമ്മുടെ ജാസ്മിൻ ചേച്ചിയൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഗെയിമുകളിൽ ഫസ്റ്റ് അടിക്കും വേണം, മറ്റുള്ളവർക്ക് കിട്ടാതെ നോക്കണം. അപ്പൊ ഇങ്ങനെയുള്ള സ്ട്രാറ്റജീസ് ഈ വെപ്രാളം കാരണമാണ് ഇവർക്കൊന്നും കിട്ടാത്തത്. അഭിഷേകോ ജിൻഡോയോ ഇവരൊന്നും ജയിച്ചാലും ഇവരാരും എവിടെയും നടന്ന് വലിയ വലിയ വർത്താനങ്ങളൊന്നും പറയാറില്ല. അപ്പൊ ഒരു നിലയ്ക്ക് ഇവരൊക്കെ ജയിക്കുന്നതാണ് നമ്മുടെ തലയ്ക്ക് ഒരു സുഖം കിട്ടാൻ ഒരു ചാൻസ്. അപ്പൊ ജിൻഡോ ബ്രോ എന്തായാലും കരുതിക്കുട്ടി തന്നെയാണ്, ഒന്നും വിട്ടുകൊടുക്കുന്നില്ല. അഭിഷേകും ജിൻഡോ ബ്രോയും അതുപോലെ സായിക്കായിട്ട് ഇങ്ങനെ ഗെയിമുകൾ ഇനി വരാൻ പോണ ഗെയിമിലെ കാര്യം നമുക്ക് അറിയില്ല കേട്ടോ. ഇനിയും ഡേയ്സ് ഉണ്ട്, ഇനിയും ലോട്ട്സ് ഓഫ് ഗെയിംസ് ഉണ്ട്. അപ്പൊ കാര്യങ്ങളൊക്കെ മറിഞ്ഞും തിരിഞ്ഞൊക്കെ വരാം. പക്ഷെ എല്ലാവരും ഒന്ന് ഫോക്കസ് ചെയ്ത് ഒന്ന് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെയൊക്കെ ഒന്ന് ഗെയിമുകളൊക്കെ മനസ്സിലാക്കി കളിച്ചു കഴിഞ്ഞാൽ എന്തായാലും എല്ലാവർക്കും മുന്നോട്ട് വരാൻ പറ്റും. അപ്പൊ നിങ്ങളെ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം വേണ്ട, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്കും തോന്നിയായിരുന്നോ? അപ്പൊ അതൊക്കെ ഒന്ന് കമന്റ് ചെയ്യും. ഞാൻ പെട്ടെന്ന് തന്നെ നല്ലൊരു വീഡിയോയുമായി തിരിച്ചു വരാം. എല്ലാവർക്കും ടാറ്റാ ബൈ.